കോഴിക്കോട്ടെ റിയൽ എസ്റ്റേറ്റ് വ്യാപാരി മുഹമ്മദ് ആട്ടൂരിന്റെ തിരോധാനത്തിന് പിന്നാലെ ഡ്രൈവറെയും ഭാര്യയെയും കാണാനില്ലെന്നു പരാതി. കക്കോടി സ്വദേശി രജിത് കുമാറിനെയും ഭാര്യ തുഷാരെയുമാണ് കാണാതായത്. 7-ാം തീയതി മുതൽ കാണാനില്ല എന്നാണ് പരാതി. ചോദ്യം ചെയ്യലിനായി ക്രൈംബ്രാഞ്ച് കഴിഞ്ഞ ദിവസം നോട്ടീസ് നൽകിയിരുന്നു. ദിൽഷ തിലകനുണ്ട്. ദിൽഷ, എന്താണ് വിവരങ്ങൾ? ഈ കോഴിക്കോട് നിന്നും കാണാതായ റിയൽ എസ്റ്റേറ്റ് വ്യാപാരിയായ മാമി എന്ന മുഹമ്മദ് ആട്ടൂരിന്റെ ഈ തിരോധാനവുമായി ബന്ധപ്പെട്ടിട്ട് വീണ്ടും ഇപ്പോൾ ദുരൂഹതയേറുന്ന ഒരു സാഹചര്യമാണുള്ളത്. കാരണം ഈ ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്തതിന് പിന്നാലെയാണ് ഇപ്പോൾ മാമിയുടെ ഡ്രൈവർ ആയിട്ടുള്ള കോഴിക്കോട് സ്വദേശിയായ രജിത് കുമാറിനെയും ഭാര്യ തുഷാരെയും കാണാനില്ലെന്ന് കാണിച്ച് കുടുംബം ഇപ്പോൾ നടക്കാവ് പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത്. ഇവരെ 7-ാം തീയതി മുതൽ കാണാനില്ല എന്നാണ് കുടുംബം പരാതി നൽകിയിരിക്കുന്നത്. ചോദ്യം ചെയ്യലിനായിട്ട് മാമി തിരോധാന കേസുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യലിനായിട്ട് ക്രൈംബ്രാഞ്ച് കഴിഞ്ഞ ദിവസം നോട്ടീസ് നൽകിയിട്ടുണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് രജിത് കുമാറിനെയും ഭാര്യയെയും കാണാതായിരിക്കുന്നത്. എന്തായാലും കുടുംബത്തിന്റെ പരാതിയിൽ പോലീസ് FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇവർ നഗരത്തിലെ ഒരു ഹോട്ടലിൽ മുറി എടുത്തിരുന്നു എന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. നടക്കാവ് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഈ 2023 ഓഗസ്റ്റ് 21-നാണ് രാത്രിയിൽ കോഴിക്കോട് അരയെടുത്തുപാലം ഓഫീസിൽ നിന്ന് വീട്ടിലേക്ക് പോകാനായി ഇറങ്ങിയ മാമിയെ കാണാതാകുന്നത്. ഇതിനിടെ ഭാര്യയുടെ ഫോണിലേക്ക് ഒരു മെസ്സേജ് അയക്കുകയായിരുന്നു. പിന്നീട് ഒരു വിവരവുമില്ല. ഇതോടെ പോലീസിലും പിന്നീട് മുഖ്യമന്ത്രിക്കും ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ച് പരാതിയൊക്കെ നൽകുകയായിരുന്നു. മാമിയെ ആരോ തട്ടിക്കൊണ്ട് പോയതാണ് എന്നാണ് ഇപ്പോൾ കുടുംബം കരുതുന്നത്. കേസ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ റിയൽ എസ്റ്റേറ്റ് ഇടനിലക്കാരൻ കൂടി ആയിരുന്ന മാമിയുമായി ബന്ധമുള്ളവരെല്ലാം തന്നെ ക്രൈംബ്രാഞ്ച് നേരത്തെ വിശദമായി ചോദ്യം ചെയ്തിട്ടുള്ളതാണ്. ഇതിൽ നിന്നും മാമിയുമായി അടുത്ത ബന്ധമുള്ളയാളിൽ നിന്ന് നിർണായക വിവരങ്ങൾ ലഭിച്ചതായോ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ഈ കേസുമായി ബന്ധപ്പെട്ട് തന്നെ ഒട്ടേറെ വൻകിട വ്യാപാര വ്യവസായ പ്രമുഖർ ഉൾപ്പെടെ 500ഓളം പേരെ പോലീസ് ചോദ്യം ചെയ്തിട്ടുണ്ട്. ഇതുകൂടാതെ 150-ലധികം പേരുടെ മൊഴികൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ മാമിയുടെ ബാങ്ക് ഇടപാടുകൾ കേന്ദ്രീകരിച്ചും പോലീസ് അന്വേഷണം നടത്തിയെങ്കിലും കാര്യമായ സൂചനകൾ ഒന്നും തന്നെ ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇതിനിടെയാണ് PV അൻവർ MLA മാമിയും തിരോധാനവുമായി ബന്ധപ്പെട്ട് പോലീസിനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചത്. അത് ഈ ADGP MR അജിത് കുമാറിനെതിരെ നടത്തിയ വെളിപ്പെടുത്തലുകളിലാണ് മാമിയുടെ തിരോധാനവുമെല്ലാം MLA പരാമർശിച്ചിരുന്നത്. ഈ MLAയുടെ ആരോപണങ്ങൾക്ക് പിന്നാലെ കേസ് നിർബന്ധമായി CBI അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് കുടുംബം ഉൾപ്പെടെ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും ഈ ഒരു കേസിലെ അന്വേഷണം ഇപ്പോഴും എങ്ങും എത്തിയിട്ടില്ലാതെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് ഇപ്പോൾ മാമിയുടെ ഡ്രൈവറെയും ഭാര്യയെയും കാണാതായിരിക്കുന്നത്. ആതിര. ശരി, ദിൽഷ തിലകനാണ് വിശദാംശങ്ങൾ നൽകിയത്.